ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനായകൻ നന്ദിനിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ നന്ദിനിക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നുന്നുണ്ട് വിനായകനോട്. കാര്യം എന്തൊക്കെയായാലും ഒരു കുടുംബത്തെ മുഴുവൻ നിങ്ങൾ ചതിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വിനായകൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, നിന്നോട് ഇതുവരെ ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, ഇത് അങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് മറച്ചു വെച്ചത്, എന്നോട് ക്ഷമിക്കണം നന്ദിനി, ഈ ആരോട് പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും കമലാമ്മയും കൂടിയിട്ട് അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം കമലാമ്മയ്ക്ക് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേദനോട് പറയുകയാണ്, വിക്രം ഇത്തവണ മലയ്ക്ക് പോയി മാല ഊരി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലൊരു പുതിയ ജീവിതം തുടങ്ങുമോ അന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം വേദ പറയുന്നുണ്ട്, മനുഷ്യൻ തീരുമാനിക്കുന്നു, മനുഷ്യൻ ആഗ്രഹിക്കുന്നു, ദൈവം തീരുമാനിക്കുന്നു എന്ന് അല്ലേ അമ്മേ. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം, ദൈവം തീരുമാനിക്കട്ടെ ഏത് രീതിയിൽ എങ്ങനെ വേണം എന്നുള്ളത്, അതൊക്കെ അപ്പോഴത്തെ കാര്യങ്ങളിൽ അപ്പം ആലോചിക്കാം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മളെ മാഷാണെന്നുണ്ടെങ്കിൽ ശയന പ്രദക്ഷിണം ചെയ്യാണ് കേട്ടോ. ആ ചെയ്യുന്ന സമയത്ത് വിക്രമും വേദയും കൂടിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നൊക്കെ ഉണ്ട്. എഴുന്നേൽപ്പിച്ച ശേഷം മാഷും വിക്രവും കൂടിയിട്ട് സ്നേഹമായി എന്നുള്ളതൊന്നും കമലാമ്മയ്ക്ക് അറിയില്ല. പെട്ടെന്ന് വിക്രം ഇങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും അതുപോലെ വിക്രത്തിനെ കെട്ടി പിടിച്ച് മാഷ് ഉമ്മം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവണം കേട്ടോ. പക്ഷേ ഇതിങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ മാഷ് വിക്രത്തിൻ്റെ മേലിൽ കൂടെ തന്നെ താഴത്തേക്ക് വീഴാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഓടി വന്നിട്ട് മാഷ പിടിക്കുന്നുണ്ട്. വിക്രമാണെന്നുണ്ടെങ്കിൽ അച്ഛാന്ന് വിളിച്ചിട്ട് അലറി വിളിച്ച് കരയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് മാഷ പിടിക്കുന്നുണ്ട്. മാഷ തളർന്ന് വിക്രമിൻ്റെ മടിയിലേക്ക് വീഴാണ്. അപ്പോൾ ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.